ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. അല്പസമയം കർത്താവിന്റെ വചനം ഷെയറായിരിക്കും. ഇന്നത്തെ ദിവസത്തെ കർത്താവിന്റെ സ്വാഗതം ചെയ്യും. ഇത് കഴിഞ്ഞ് ഫിസിക്കൽ മീറ്റിംഗ് ഉണ്ട്. ഫിസിക്കൽ മീറ്റിംഗിൽ പോകണം. ഒരു അരമണിക്കൂർ ഷെയറായിട്ട് ആഗ്രഹിക്കും. എല്ലാവരും ദൈവം ഐശ്വര്യമില്ല നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവ് നന്ദിയോടെ ശ്രദ്ധിക്കുന്നു. യേശുവിന്റെ നാമത്തെ കർത്താവ് ഇന്നത്തെ ദിവസത്തെ കർത്താവ് ഞാൻ സ്വാഗതം ചെയ്യും. ഇന്ന് കർത്താവിന്റെ വചനം ഷെയർ ചെയ്യുമ്പോൾ കർത്താവ് അനേകം ആൾക്കാരെ കർത്താവിനെ അറിയാനായിട്ട് ഇടവരട്ടെ. യേശുവിന്റെ നാമത്തിന്റെ ശക്തി കർത്താവെ എല്ലാവരും ദൈവനാമത്തിന്റെ ശക്തി അറിയാനുള്ള കൃപ കൊടുക്കുന്നതിനോട് നന്ദി പറയുന്നു. ഇന്നത്തെ ഈ സൺഡേ അനുഗ്രഹിക്കപ്പെട്ട സൺഡേ ആകട്ടെ. എല്ലാ മേഖലകളിലും കർത്താവെ അങ്ങ് എല്ലാ പരിശുദ്ധാത്മ അഭിഷേകത്തെ നിറയ്ക്കണം കർത്താവ്. യേശുവിന്റെ നാമത്തിൽ കർത്താവെ ഇൻ ജീസസ് നെയിം ആകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും ഒരു 2 ലൈൻ പാട്ട് പാടിയിട്ട് കർത്താവിലേക്ക് ഉന്നതനെ അതിന്നതനെ അങ്ങേ പോലൊരു ദൈവമില്ല, അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമൻ ദൈവമെന്നും, അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമൻ ദൈവമെന്നും. ഓൺലൈൻ വാച്ച് ചെയ്ത് എല്ലാവരും ഷെയർ ഉത്സാഹിപ്പിക്കും. ഉന്നതന്നെ അത്യുന്നതന്നെ അങ്ങേ പോലൊരു ദൈവമില്ല, അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമൻ ദൈവമെന്നും, അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമൻ ദൈവമെന്നും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. പിതാവേ നന്ദിയോടെ യേശുനാഥ് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാവരും പരിശുദ്ധാത്മാവിന്റെ ശക്തി അഭിഷേകവും കൊടുക്കുന്നതിനോട് നന്ദി പറയും. യേശുവിന്റെ നാമത്തിൽ കർത്താവേ ഇൻ ജീസസ് നെയിം ഐ പ്രേ. ആമേൻ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു ദിവസം കൂടെ തന്നതിനോട് നന്ദി പറയുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തോമസ് മാത്യു, ഗോഡ് ബ്ലസ് യു. ക്ലെയർ തോമസ്, ഗോഡ് ബ്ലസ് യു. സുജിത സുഭാഷ്, ഗോഡ് ബ്ലസ് യു. ഡാനിയൽ, ഗോഡ് ബ്ലസ് യു. ടോമിൻ, പ്രൈജിൻ, എവരിവൺ. ഓൺലൈൻ വായിക്കുന്ന ഓരോ വ്യക്തിയോടെ കർത്താവ് ഞാൻ സ്തോത്രം ചെയ്യും. അനുഗ്രഹിക്കപ്പെട്ട ദിവസം. ഈ ദിവസം കർത്താവ് നമുക്ക് വേണ്ടി തന്ന ദിവസമാണ്. വി ഹാവ് ടു റിജോയ്. നമുക്ക് ആനന്ദിച്ച് ആഹ്ലാദിക്കാം. ഒരു ദിവസം കർത്താവ് നമുക്ക് തന്നല്ലോ. അനേകം സ്ഥലങ്ങളിൽ എത്ര ആൾക്കാർ മരിക്കുന്നു, എത്ര ആൾക്കാർ ആക്സിഡന്റ് ആയിട്ട് മരിക്കുന്നു, എത്ര ആൾക്കാർ ഹൃദയാഘാതം വന്ന് മരിക്കുന്നു, എത്ര ആൾക്കാർ ലോകത്തെ ആയിരക്കണക്കിന് ആൾക്കാർ ലോകത്തിന് ദിവസവും മാറ്റപ്പെടുന്നു. പക്ഷേ കർത്താവിന്റെ കൃപയാല് വീണ്ടും ഒരു ദിവസം കൂടെ ഒരു പ്രഭാതം കൂടെ നമുക്ക് തന്നതിനെ ഓർത്ത് കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് കിട്ടാൻ പറ്റാത്ത ഒരു ജോയ് വരുന്ന ഒരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ തന്നതിനോർക്ക് നന്ദി പറയാം. ഞാൻ രാവിലെ ഏറ്റു പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. നിശ്ചയമായും പ്രാർത്ഥിക്കും. അന്ധകാശക്തി ഒന്നുമില്ലാത്ത അവസ്ഥ ചിലപ്പോൾ ഉണ്ടാവും. അതിൽ നിന്നെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ജോയ് തരും. എന്ന് വെച്ചാൽ അത്രമാത്രം സന്തോഷം തരും. ബിനു മാത്യു, റെജിൻ, തോമസ്, ഗോഡ് ബ്ലസ് യു. ഓക്കെ, പ്ലീസ് ഷെയർ ദിസ് ഗോസ്പൽ. ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം. ഷെയർ ചെയ്യുമ്പോഴാണ് ആൾക്കാർ കർത്താവിന്റെ വചനം കേൾക്കുകയും ബുദ്ധിമുട്ട് നിരാശ ആകപ്പെട്ടിരിക്കുന്ന ആൾക്കാർ യേശു ക്രിസ്തുവിനെ രക്ഷനായിട്ട് നിത്യരക്ഷയിലേക്ക് വരികയും ചെയ്യുന്നു. പറയുന്നു. നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ ദൈവ വേല ചെയ്യുന്നു. നിങ്ങളെല്ലാ ഗ്രൂപ്പിനും ഒരു 5 ഗ്രൂപ്പിനും ഷെയർ ചെയ്യാനായിട്ട് ഉത്സാഹിപ്പിക്കുന്നത് ഞാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് വെച്ചാൽ എങ്കിലും ഓൺലൈൻ വായിച്ച് എല്ലാവരും നിശ്ചയമായിട്ട് ഷെയർ ചെയ്യും. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എങ്കിലും എനിക്ക് ലാഭമായിരിക്കുന്നു ഒക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അതാണ് ഫിലിപ്പിയർ ലേഖനം 3 അധ്യായം 7 വാക്യം. ഓക്കെ, ബട്ട് വാട്ട് തിങ്സ് വെർ ഗെയിൻ ടു മീ ദീസ് ഐ ഹാവ് കൗണ്ടഡ് ലോസ് ഫോർ ക്രൈസ്റ്റ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാണ് പറഞ്ഞത്. എങ്കിലും എനിക്ക് ലാഭമായിരിക്കുന്നു ഒക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അതാണ് അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്. എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഈ ലോകത്തിന്റെ രീതിയിൽ എനിക്ക് ഫേവറായിട്ട് കിട്ടുന്ന കാര്യങ്ങൾ ദൈവത്തിൽ നിന്നല്ല, ഈ ലോകത്തിന്റെ രീതി, ലോകക്കാരെ അടുത്ത് എന്ന് പറഞ്ഞാൽ സാമ്പത്തികപരമായിട്ടും വരുമാനപരമായിട്ടും നല്ല വീട്, അതേപോലെ തന്നെ ആഡംബര എന്ന് വെച്ചാൽ നമുക്ക് ലക്ഷറീസ് ലൈഫ് എല്ലാം അപ്പോസ്തലൻ പൗലോസ് ഉണ്ടായിരുന്നു. പക്ഷെ ക്രിസ്തു യേശുവിനെ പ്രതി അതെല്ലാം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അതൊക്കെ നിസ്സാരമെന്ന് എണ്ണിയിരിക്കുന്നു. ഒന്നും അല്ല എന്ന് എണ്ണിയിരിക്കുന്നു. യേശു ക്രിസ്തുവാണ് വലിയതെന്ന് എണ്ണിയിരിക്കുന്നു. ഓക്കെ, യേശു ക്രിസ്തുവിലൂടെ മാത്രമേ എല്ലാം ഉണ്ട് എന്ന് എണ്ണിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രൈസ് ദി ലോർഡ്, എത്രമാത്രം പൈസയുടെ സമ്പത്തോ അല്ല നമ്മളെ ക്രിസ്തു യേശുവിലേക്ക് കൊണ്ടുപോകുന്നത്. മറിച്ച് പ്രൈസ് ദി ലോർഡ് അത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസവും ട്രസ്റ്റിങ്ങുമാണ്.
പ്രൈസലോ. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലാണ് നമ്മളെ ദൈവം മക്കളായിട്ട് യേശു ക്രിസ്തു പരിഗണിക്കുന്നത്. പ്രൈസലോ. ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ എങ്കിലും എനിക്ക് ലാഭമായിരിക്കുന്ന ഒക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. പ്രൈസലോട്ട്. ഹല്ലേലൂയ. ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ ഫിലിപ്പിയർ 3 ഫിലിപ്പിയൻ ചാപ്റ്റർ 3 വേഴ്സസ് 1 ഇതിൽ പറഞ്ഞാൽ ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ കർത്താവിൽ സന്തോഷിപ്പിൻ. അതേ കാര്യം നിങ്ങൾക്ക് പിന്നെ എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല, നിങ്ങൾക്ക് അത് ഉറപ്പുമാകുന്നു. യേശുക്രിസ്തുവിലുള്ള ഒരാളുടെ പൗലോസ് പറയാണ്, നിരാശയിലും ബുദ്ധിമുട്ടിലും ദാരിദ്ര്യത്തിലും അനാരോഗ്യത്തിലും പ്രൈസലോട്ട് ഹല്ലേലൂയ സന്തോഷത്തിൽ എല്ലാ സമയത്തും നമ്മൾ സന്തോഷിക്കാനായിട്ട് അപ്പോസ്തലനായ പൗലോസ് എല്ലാവരും ഉത്സാഹിപ്പിക്കുന്നു. നമ്മൾ സന്തോഷിക്കുന്നവരാണ്. യേശുക്രിസ്തുവിൽ നമ്മൾ ഏത് സമയം സന്തോഷിക്കുന്നവരാകണം. യേശുക്രിസ്തുവിൽ നമ്മൾ ഏത് സമയം നമ്മൾ ഉല്ലാസവും ജയഘോഷവും നീതിമാന്മാരെ ഗൂഢാർത്ഥമുണ്ടെന്ന കർത്താവ് പറയും. അപ്പൊ നമ്മൾ ഏത് സമയം അന്ധകാരശക്തിയുടെ പ്രവർത്തനമാണ് നമ്മളെ നിരാശപ്പെടുത്തുക. അന്ധകാരശക്തിയുടെ പ്രവർത്തനമാണ് നമ്മളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക. അന്ധകാരശക്തിയുടെ പ്രവർത്തനമാണ് നമുക്ക് ഡിപ്രസ് തരിക. അന്ധകാരശക്തിയുടെ പ്രവർത്തനമാണ് നമുക്ക് ലോൺലിനെസ് തരിക, ഏകാഗ്രത തരിക. അന്ധകാരശക്തിയുടെ പ്രവർത്തനമാണ് നമ്മളെ ഒന്നുമില്ലാതാക്കി ചവിട്ടിക്കളയുന്നത്. യേശുക്രിസ്തു നമ്മളെ മാന്യനായി എണ്ണിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുക്രിസ്തു നമ്മളെ മാന്യനായിട്ട് എണ്ണിയിരിക്കുന്നു. അതാണ് യേശുപ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പകരമായിട്ട് ജാതികളെ കർത്താവ് കൂട്ടും. പ്രൈസ് ദി ലോർഡ്. നമ്മളെന്നാലും മരിക്കത്തില്ല. നമ്മുടെ സ്ഥാനത്ത് അനേകർ മരിച്ചു വീഴാനും നമ്മൾ മരിക്കത്തില്ല. കാരണം യേശുക്രിസ്തുവിന്റെ കയ്യിൽ നമ്മൾ വിലയേറിയ മുത്താണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുക്രിസ്തു എനിക്ക് വിലയേറിയവനാണ് കർത്താവ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ യേശുപ്രവാചകന്റെ പുസ്തകത്തിൽ പറയും നമ്മളെ വിലയേറിയ വ്യക്തിയാണ് യേശുക്രിസ്തുവിന്റെ കയ്യിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവമക്കളാണെങ്കിൽ നീതിമാന്മാരെ കർത്താവിന് എല്ലാ നീതിവാന്മാരും കർത്താവിനും അത്രമാത്രം വിലപ്പെട്ട ഒരു വ്യക്തികളാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ നമ്മൾ സാഹചര്യങ്ങൾ നോക്കരുത്. അന്ധകാരശക്തികൾ പറയും നമ്മളൊന്നുമില്ലാത്തവനാണ്. നമ്മുടെ എല്ലാ മേഖലകളും തകർക്കാൻ ശ്രമിക്കും. നമ്മളെ എത്രമാത്രം മിനിസ്റ്റർ ചെയ്ത് അത് മൊത്തം തകർക്കാൻ ശ്രമിക്കും. പക്ഷെ കർത്താവിൽ നമ്മളെ വീണ്ടും ശക്തിപ്പെടും. കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും. നമ്മൾ ഓടിയ തളരത്തില്ല, നടന്ന ക്ഷീണിക്കത്തില്ല. എല്ലാ മേഖലകളിലും നമ്മളെ ഉയർത്തുന്ന, കരുതുന്ന, മാനിക്കുന്ന ദൈവത്തെ എന്ന് ഞാൻ പ്രഘോഷിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ ദുഃഖിക്കരുത്. ഒരാളുടെ സപ്പോർട്ട് നമുക്കില്ലാന്ന് വെച്ചാൽ ദുഃഖിക്കരുത്. ഈ ദൈവം നമുക്ക് അനുകൂലമാക്കി നമുക്ക് പ്രതികൂലമാര്. പ്രൈസ് ദി ലോർഡ്. അവൻ നമുക്കായിട്ട്, പ്രൈസ് ദി ലോർഡ്, യേശുക്രിസ്തു നമുക്കായിട്ട് കരുതുന്നതാൽ പ്രൈസ് ദി ലോർഡ് നമ്മുടെ സകല ചിന്താകുലവും യേശുക്രിസ്തുവിൽ ഇട്ടുകൊള്ളുവിനെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ന് ലേഖനങ്ങളിൽ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കർത്താവിന് പ്രത്യേകിച്ച് നമ്മുടെ ആഗ്രഹങ്ങളും നമുക്ക് വേണ്ട എന്തൊക്കെ കാര്യങ്ങളാണോ എല്ലാം കർത്താവിലേക്ക് കൈമാറ്റം ചെയ്ത് കൊടുക്കണം. യേശുക്രിസ്തുവിന്റെ കയ്യിലേക്ക് കൊടുക്കണം. യേശുക്രിസ്തുവിന്റെ കയ്യിലേക്ക് നമ്മൾ കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് നടക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളെ കരുതുവാനും, നമ്മളെ നോക്കുവാനും, നമ്മൾ വഴി നടത്തുവാനും, നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു വരുവാനും ജീവിക്കുന്ന ദൈവം ഇന്നുണ്ട്. Our God is a living God. Our God will care for you. Praise the Lord. Hallelujah. Our God can be able to carry you. Our God can be able to protect you. Our God can be able to take away all your loneliness. Praise the Lord. Our God can get a joyful heart to each and every people, those who are watching our life. Praise the Lord. അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോടും പറയാനായിട്ടുള്ളത് യേശുക്രിസ്തു വലിയവനാണ്. Praise the Lord. യേശുക്രിസ്തു പറയുവാണ്. ഇതിൽ ബൈബിളിൽ പറഞ്ഞാൽ പൗലോസ് പറയുവാണ്, പൗലോസ് എത്രമാത്രം ബുദ്ധിമുട്ട് വന്നതിലും പൗലോസ് പറയുന്നത് എന്താ വെച്ചാൽ, ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ കർത്താവിൽ സന്തോഷിപ്പിൻ, യേശുക്രിസ്തുവിൽ സന്തോഷിപ്പിൻ, കടഭാരം വന്നു കഴിഞ്ഞാൽ സന്തോഷിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിസയില്ല എങ്കിലും സന്തോഷിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കോർട്ട് കേസ് നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കാൻ സന്തോഷിപ്പിൻ. കാരണം നിന്നെ തൊടുന്നതിന് എൻ്റെ കണ്ണിലെ കൃഷ്ണമണിയാണ് തൊടുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയുവാണ്. അതുകൊണ്ട് തന്നെ നിന്നെ ഉപദ്രവിക്കാൻ മതി അവർ ഇടറി വീഴും, നിത്യലച്ച വീഴിക്കും. ചിലപ്പോൾ അവർ ഇസ്രായേൽ ജനത്തിന്റെ വീട്ടിൽ നിന്ന് നിലവിളി വരുന്നതല്ല, അവരെ വീട്ടിൽ നിന്നൊരു നിലവിളി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലപ്പോൾ ആദ്യജാതന്മാർ സംഹരിക്കപ്പെടാം. അത് കർത്താവിനെ അറിയത്തുള്ളൂ, എനിക്കറിയത്തില്ല. അത് ബൈബിളിൻ്റെ അകത്ത് അങ്ങനെയുണ്ട്. ആദ്യജാതന്മാർ സംഹരിക്കപ്പെട്ടു. പ്രൈസ് ദൈവത്തിന്റെ ജനത്തെ ഉപദ്രവിച്ചപ്പോൾ, ഇന്ന് പുതിയ നിയമത്തിൽ ഇസ്രായേൽ ജനം ദൈവ മക്കളാണ്. അവരെ ഉപദ്രവിക്കുന്നതിന് ഇടറി വീഴ വഴികളും അനേകം വഴികളും ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം നീഞ്ഞാല് അവരുടെ ദുഷ്ടന്റെ പ്രതിഫലം നമ്മുടെ കണ്ണുകൊണ്ട് നമ്മളെ കാണുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ബൈബിളിൽ പറയുന്നു. അതുകൊണ്ട് തന്നെ കർത്താവാണ് നമ്മുടെ ആശ്രയം. പ്രൈസ് ദി ലോർഡ്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും നമുക്ക് വരുത്തത്തില്ല. എല്ലായിടത്തും എല്ലായ്പ്പോഴും യേശു ക്രിസ്തുവിൽ നമ്മൾ പൂർണ്ണ ജയാളികൾ അത്രയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവാണ് ജയാളികൾ. വളരെ വാച്ച് ചെയ്യുന്ന എല്ലാവരും ഷെയർ ചെയ്യാനായിട്ട് ഉത്സാഹിപ്പിക്കുന്നു. നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അനേകം ആൾക്കാർ വാച്ച് ചെയ്യാനായിട്ട് ഇടവരും. പൗലോസ് പറയാണ്, ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ കർത്താവിൽ സന്തോഷിപ്പിൻ. അതേ കാര്യം നിങ്ങൾക്ക് പിന്നെ എഴുന്നേറ്റ് എനിക്ക് മടുപ്പില്ല, നിങ്ങൾക്ക് അത് ഉറപ്പാകുന്നു. കാരണം വെച്ചാൽ ബുദ്ധിമുട്ടിൽ സന്തോഷിക്കുന്ന വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ആ ട്രസ്റ്റ്, ആ കോൺഫിഡൻസിന് കർത്താവ് നമുക്ക് മഹാപ്രതിഫലം തരും എന്ന് ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് പറയുന്നു.
എത്ര തളർച്ച വന്നു കഴിഞ്ഞാലും നമ്മുടെ ഉള്ളിൽ നമ്മൾ വിശ്വസിക്കണം, ഈ ദൈവം എനിക്ക് വേണ്ടി വഴി തുറക്കും. അത് യെശയ്യാ പ്രവാചന പുസ്തകം 37 അധ്യായം പറയുന്നു. നമുക്ക് എസെക്കിയേൽ ചാപ്റ്റർ 37 ബൈബിൾ സേയിങ്, ഐ വിൽ ഓപ്പൺ യുവർ ഗ്രേവ് ആൻഡ് ഐ വിൽ ടേക്ക് യു ഔട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് കർത്താവ് ശവക്കല്ലകട തുറന്ന് കർത്താവ് നമ്മളെ പുറത്ത് കൊണ്ടുവരും. അതാണ് നമ്മുടെ ദൈവം. കർത്താവ് നമ്മുടെ അടഞ്ഞുപോയ വടികൾ തുറന്ന് കർത്താവ് പുറത്ത് കൊണ്ടുവരും. ഒരു വഴി കർത്താവ് തുറക്കും. നമുക്ക് ഒരു നാൾ വിജയമുണ്ട് നിശ്ചയം. ഈ കഷ്ടവും ബുദ്ധിമുട്ടൊന്നും അധികം നാളും ഉണ്ടാകത്തില്ല. ഇതെല്ലാം മാറ്റപ്പെടും. നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന വീട്ടുകാരും നാട്ടുകാരും സഹോദരങ്ങളും എല്ലാം ഒരു എടറിവീഴും. കാരണം നിങ്ങൾക്കൊരു പ്രതിഫലമുണ്ട്. ദൈവനാമത്തിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കും. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഇറങ്ങും. വാക്തത്വങ്ങളെ ഓർത്ത് നമ്മൾ സന്തോഷം നടക്കണം. വാക്തത്വങ്ങളെ ഓർത്ത് നമ്മൾ കർത്താവിൽ ആരാധിക്കണം. വാക്തത്വങ്ങളെ ഓർത്ത് നമ്മൾ ആത്മാവിൽ സ്തുതിക്കണം. വാക്തത്വങ്ങളെ ഓർത്ത് നമുക്ക് കർത്താവ് പറഞ്ഞ വാക്തത്വങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം പറയണം. ഹല്ലേലൂയ. ഇതാണ് കർത്താവ് പറഞ്ഞാൽ ഫിലിപ്പിയൻ 3:3 ഇതിൽ പറഞ്ഞ ഫിലിപ്പിയൻ ചാപ്റ്റർ 3:1 ഇതിൽ പറഞ്ഞ ഫിലിപ്പിയൻ ലേഖനം 3:1 വാക്യം പറയുന്ന, ഒടുവിൽ എന്റെ സഹോദരന്മാരെ കർത്താവിൽ സന്തോഷിപ്പിൻ, എല്ലാ സ്ഥലത്തും സന്തോഷിക്കണം. നിരാശയുടെ വാക്ക് നമ്മൾ വരരുത്. എത്ര ബുദ്ധിമുട്ടുണ്ടെന്നാൽ ഈ ദൈവത്താൽ നടക്കും. ഇതിൽ നല്ലൊരു മാറ്റം വരും. ബിസിനസ്സുകൾ താർന്നാൽ ഇതിൽ നിന്ന് മാറ്റം വരും. കടമാരം വന്നു ഇതിൽ നിന്ന് കർത്താവ് മാറ്റി വരും. നമ്മൾ ഈ ലോകത്തിൽ നിന്ന് എടുത്ത് മാറ്റപ്പെടാൻ അടർത്തത്തില്ല. ഈ ദൈവം നമ്മളെ സംരക്ഷിക്കും, ഉയർത്തും, മാനിക്കും. ഇതിപ്പോൾ ഒടുവിൽ എന്റെ സഹോദരന്മാരെ കർത്താവിൽ സന്തോഷിപ്പിൻ, അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുന്നേൽ എനിക്കില്ല. നാമല്ലോ പരിചയനക്കാർ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. മനുഷ്യരുടെ സഹായമല്ല നമുക്ക് വേണ്ടത്. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ പറ്റും? കർത്താവാണ് എന്റെ സഹായകൻ. മനുഷ്യരുടെ സഹായം ഒരു പരിധിവരെ കാണത്തുള്ളൂ. ദൈവത്തിൽ ആശ്രയിക്കണം. ദാവീദ് ദൈവത്തിൽ ആശ്രയിച്ചു. ദാവീദ് സ്വന്തം മകനായ അബ്ശലോമിനെ പരാജയപ്പെടുത്തി. ദാവീദ് ദൈവത്തിൽ ആശ്രയിച്ചു. ശമൂലിനെ പരാജയപ്പെടുത്തി, സോലിനെ പരാജയപ്പെടുത്തി. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദാവീദ് ദൈവത്തെ ആശ്രയിച്ചു. അനേക യുദ്ധങ്ങളും ജയിച്ചു. ജയിക്കാൻ കർത്താവ് ഇടവരുത്തി. അനേകം കഷ്ടങ്ങൾ കാണാൻ ഇടവരുത്തിയെങ്കിലും പ്രൈസ് ലോർഡ് ദാവീദിനെ കണ്ടുകൊണ്ട് തന്നെ അതെല്ലാം അനുഭവിച്ചുവെങ്കിൽ തന്നെയും പ്രൈസ് ലോർഡ് അതിൽ നിന്നെല്ലാം കരകയറാനുള്ള വഴി കർത്താവ് കൊടുത്തു. പ്രൈസ് ലോർഡ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എന്താ ബുദ്ധിമുട്ടുന്നത്? പ്രൈസ് ലോർഡ്. ചിലപ്പോൾ നമുക്ക് റെന്റ് കൊടുക്കാൻ നിവൃത്തിയില്ല, സാമ്പത്തിക വേല തകർന്നു, ഒരു വഴി മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഹൗ മെനി പീപ്പിൾ ഷെയർ ദിസ് വേർഡ്. ഓക്കെ. അപ്പം ദാവീദ് എത്രമാത്രം ബുദ്ധിമുട്ടി എങ്കിൽ തന്നെയും അതിൽ നിന്നെല്ലാം കർത്താവിന്റെ അഭിഷേകം ദാവീദിന്റെ അഭിഷേകത്താൽ പുറത്തു വരാനായിട്ട് പറ്റി. അപ്പൊ ഇന്ന് യേശു ക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന നിങ്ങള് കർത്താവിന്റെ വചനം കയ്യിലെടുത്തിട്ടുണ്ട് എങ്കിൽ ഈ ദൈവം നിങ്ങളെ മാനിക്കും. ഈ ദൈവം നിങ്ങളെ തള്ളിക്കളയത്തില്ല. ഈ ദൈവം നിങ്ങളെ ഉയർത്തും. ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. എല്ലാ മേഖലകളിലും നമ്മളെ ഉയർത്തി മാനിച്ച് അനുഗ്രഹിക്കുന്ന സർവശക്തനായ ഇസ്രായേലിന്റെ ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് പറഞ്ഞു കഴിഞ്ഞാല് ഫിലിപ്പിയൻ ലേഖനം 3:4 വാക്യം പറയുന്നു. ബുക്ക് ഓഫ് ഫിലിപ്പിയൻ ചാപ്റ്റർ 3 വേഴ്സസ് 3 and 4 ഇതിൽ പറഞ്ഞു കഴിഞ്ഞാല് നാമല്ലോ പരിശീലനക്കാർ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടും ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടും ആരാധിക്കുകയും ക്രിസ്തു യേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുന്നതും ചെയ്യുന്ന നാം തന്നെ. പ്രൈസ് ലോർഡ്. പക്ഷെ എനിക്ക് ജഡത്തിൽ ആശ്രയിക്കാൻ വഴിയുണ്ട്, മറ്റാർക്കും ജഡത്തിൽ ആശ്രയിക്കാം എന്ന് തോന്നിയാൽ എനിക്കും അധികം. പൗലോസ് പറയുവാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രായിൽ നിന്ന് ജനിച്ച എബ്രായൻ. പ്രൈസ് ലോർഡ്. ന്യായപ്രമാണം സംബന്ധിച്ച പരീശൻ. പ്രൈസ് ലോർഡ്. തുടർന്ന് പറയുന്നത്, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്ത്യൻ. പ്രൈസ് ലോർഡ്. തുടർന്ന് പറയുന്നത്, എങ്കിലും എനിക്ക് ലാഭമായതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെണ്ണിയിരിക്കുന്നു. But what things were gain to me, these I have counted loss for Christ. Praise the Lord. Hallelujah. Loss for Christ. The Bible says, book of Philippians chapter 3 verses 7. This Bible says, but what things were gain to me. Praise the Lord. These I have counted loss for Christ. Praise the Lord. The financial things. Praise the Lord. That when the people, those who are supporting their hand, you are getting maybe some supporting, praise the Lord, hand from the human. Praise the Lord. That we Apostle Paul, he was not at all looking or any kind of this world things. He was looking at the help from the heaven, the heavenly places. അതാണ് സ്വർഗത്തിൽ നിന്ന്
Brother Joshua, God bless you. Okay. Today message is Malayalam message. Okay. So today message is the Malayalam message. I'm also using a little bit the Bible words I will raise in English. Okay. So that everybody can follow. But the Apostle Paul, he was saying, he was saying, the things which was coming in this world, whatever I was getting from this world, praise the Lord, I was not looking at taking care of any of these things. My money, praise the Lord, healthy bank balance, or in my house or properties, whatever, praise the Lord. I was giving first preference to God and gospel message, praise the Lord. I was sharing always Jesus Christ in front of everybody. This was my designation. This is what Apostle Paul was saying. Apostle Paul പറയുന്ന വെച്ചാൽ കർത്താവ് ക്രിസ്തുവിനെ ഞാൻ ഏത് സമയം പ്രഘോഷിക്കുന്നതിൽ ഞാൻ താല്പര്യനായിരുന്നു. യേശു ക്രിസ്തുവിന് വേണ്ടി ഏത് സമയം ഓടി നടന്ന വ്യക്തിയായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. അതുകൊണ്ട് തന്നെ അപ്പോസ്തലനായ പൗലോസ് പറയാണ്, എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്നെണ്ണിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത്രയുമല്ല, എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്നെണ്ണുന്നു. Philippians chapter 3 verses 8. It's Bible saying, yes, indeed, I also count all things loss for the excellence of the knowledge of Christ Jesus my Lord. Praise the Lord. For whom I have suffered the loss of all things, and count them as rubbish, that I may gain Christ. Praise the Lord. Hallelujah. അപ്പൊ നമ്മളിപ്പം ചില കാര്യങ്ങൾ നമ്മൾ നമുക്ക് ചിലപ്പോൾ നമ്മുടെ സഹോദരന്മാരൊക്കെ നമുക്ക് എതിരായിട്ട് നിൽക്കണം. അവരോട് നമ്മൾ ദേഷ്യപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ അതങ്ങ് ബ്ലോക്ക് ചെയ്യണം. നിത്യമായി ശല്യം വരുവാണെങ്കിൽ നാം ബ്ലോക്ക് ചെയ്തിട്ട് അവരോട് പ്രാർത്ഥിക്കണം. അവർ ഫോൺ വിളിയും മെസ്സേജുകൾ നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ പറ്റുമെങ്കിൽ ഞങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് മതി. പ്രൈസ്. പക്ഷെ നമ്മൾ ഉള്ളിൽ കയ്പൊന്നും വെച്ചുകൊണ്ടിരിക്കരുത്. വി ഹാവ് ടു പ്രേ ഫോർ. പ്രൈസ്. അപ്പം നമ്മൾ വിചാരിച്ച് നമ്മളെ ബ്ലോക്ക് ചെയ്യുന്ന വിചാരിച്ച് അവരെ തള്ളിക്കളയല്ല, മറിച്ച് പ്രൈസ് ലോർഡ് ഹല്ലേലൂയ, ഒരുപക്ഷെ അവർ കർത്താവിനെ അറിയട്ടെ, അല്ലെങ്കിൽ അറിയണ്ട. നമുക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതം പ്രൈസ് ലോർഡ് അതിന് ഇടച്ചു വരാതെ നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കും, മനസ്സിലാവും. പ്രൈസ് ചിന്തിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ തന്നെ ഉപകാരമായിരിക്കും. പ്രൈസ്. ചിലപ്പോൾ നമ്മുടെ സഹോദരന്മാർ നിരന്തരം നമ്മളെ ആക്രമിക്കാൻ പറ്റും. ഏത് സമയം അവരെ ഫോൺ എടുക്കുവാനോ ഒരു കോണ്ടാക്ട് ചെയ്യാൻ മറുപടി അയക്കണമെന്നും പോലും. പ്രൈസ്. എടുക്കേണ്ട മാത്രം എടുക്കുന്ന ഇരുന്നിന് ശല്യം ചെയ്യുവാണെങ്കിൽ നമ്മളതെല്ലാം നമ്മൾ ഇഗ്നോർ ചെയ്യണം. പ്രൈസ്. നമ്മുടെ ലക്ഷ്യം എന്തുവാ? നമ്മുടെ ലക്ഷ്യം നമ്മുടെ വീട്ടുകാരോടോ നാട്ടുകാരോടോ നമുക്കെതിരായിട്ട് നിൽക്കുന്നവരോടോ നമ്മൾ തമ്മിലടിക്കുവാനല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം അവരോർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. നമ്മുടെ ലക്ഷ്യം നിത്യജീവനാണ്. നിത്യജീവനത്തിന് വേണ്ടി ആൾക്കാരെ നേടുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിത്യജീവൻ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കണം. നിത്യജീവൻ എന്ന് വെച്ചാൽ രക്ഷയുടെ സുവിശേഷം കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടി കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നു. We have to preach the gospel of Christ in all the places. This is what our God has called you. Praise the Lord. So that you have to preach the gospel. Book of Philippians chapter 2 chapter 3 verse 10 ഇതിൽ പറഞ്ഞാൽ അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും പ്രൈസ് ദി ലോർഡ് അവന്റെ കഷ്ട അനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധനെയും മരിച്ചോടെ ഇടയിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് എന്നുണ്ടെന്ന് വെച്ചാൽ നിസ്സാരമാണ് എല്ലാ കാര്യങ്ങളും. ഇന്ന് ലോകത്തിലെ ജോലി, ബിസിനസ്, സാമ്പത്തിക വരുമാന മാർഗങ്ങൾ ഇതെല്ലാം നിസ്സാരമാണ്. ഇതെല്ലാം വളരെ നിസ്സാരമാണ്. എത്ര കഷ്ടക്കൂടെ വന്നു കഴിഞ്ഞാലും അതിലൂടെ എല്ലാം കർത്താവ് നമുക്ക് പോകാനുള്ള പരീക്ഷയുടെ പോക്കുവഴികളും തരും. ഒരിക്കൽ നമ്മള് തീയിൽ കൂടെ നടന്നു പോയാൽ നമ്മള് എന്ത് പോകത്തില്ല, അഗ്നിജ്വാല നമ്മളെ ദഹിപ്പിക്കത്തില്ല. വെള്ളത്തിൽ കൂടെ നടന്ന കർത്താവ് നമ്മോട് കൂടെയുണ്ട്. When you walk through the water, our God is saying, I will be with you. Praise the Lord. Water will never overflow you. Praise the Lord. അതാ കർത്താവിന്റെ ശക്തിയും കരുതലും നമ്മുടെ മേലുണ്ട്. നമുക്കറിയാം, ശിഷ്യന്മാര് വെള്ളത്തിൽ കൂടെ ബോട്ടിൽ കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വലിയ കാറ്റടിച്ച് ബോട്ട് മുങ്ങാറായി. ആ സമയത്ത് ശിഷ്യന്മാര് കർത്താവ് വഴിക്കൂടെ എന്ന് പറഞ്ഞാൽ കടലിൽ കൂടെ നടന്നു വന്നു കാറ്റിനെയും കടലിനെയും എല്ലാം ശാന്തമാക്കി. പ്രൈസ് ദി ലോർഡ്. അത് പറഞ്ഞാല് നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. അതുകൊണ്ട് കർത്താവ് പറയുന്നത് അവൻ നമുക്കായി കരുതുന്നത് കൊണ്ട് നമ്മുടെ കരുതുന്നതാകിയാൽ നമ്മുടെ സകല ചിന്താകുലവും യേശു ക്രിസ്തുവിൽ ഇട്ടുകൊള്ളുവിൻ. കർത്താവിന്റെ കൈ കൊടുക്കണം. കർത്താവിന്റെ കൈ ഹാൻഡ് ഓവർ ചെയ്യണം. കർത്താവിനോട് പറയണം, കർത്താവ് ഇന്ന കാര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ട്, ഇന്ന കാര്യങ്ങൾക്ക് വിഷമമുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട്, എൻ്റെ കല്യാണം ഇപ്പം നാളായിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട്, അതുപോലെ സാമ്പത്തിക മേഖല ബുദ്ധിമുട്ടുണ്ട്, കുടുംബ ജീവിതത്തിൽ ഇന്ന കാര്യങ്ങൾ, പ്രൈസിലോ മിനിസ്ട്രിയിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ, ഇത് ആൾക്കാരിപ്പോൾ എനിക്ക് എതിരായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ കർത്താവ് ഇതിൽ നിന്നെല്ലാം നമുക്കറിയാം
കർത്താവ് ഹെവൻലി ഏഞ്ചൽസ് വന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ തരും. എല്ലാ പരീക്ഷയുടെ പോക്ക് വഴി കൂടെ കർത്താവ് നമുക്ക് തരും. നമ്മുടെ പരീക്ഷയോട് കൂടി പോക്ക് വഴികളെ കർത്താവ് തരും. വാട്ട് യു ഹാവ് ടു ഡു ഇറ്റ്? വി ഹാവ് ടു ഗിവ് ദ താങ്ക്സ് ആൻഡ് പ്രൈസ് ടു ദ ലോർഡ് ഇൻ ഓൾ ദ ഡേയ്സ് ഓഫ് അവർ ലൈഫ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അപ്പം അതാണ് അപ്പോസ്തലൻ പൗലോസ്, I could not myself yet to have laid hold, but one I do, forgetting these things which are behind and reaching forward to those things which are ahead. അതാണ് അന്ന് പുറകിലുള്ള കാര്യങ്ങൾ മറന്നുകൊണ്ട് കർത്താവ് പൗലോസ് പറയുന്നത്, സഹോദരന്മാരെ ഞാൻ പിടിച്ചിരിക്കുന്നതൊന്നും നിരൂപിക്കുന്നില്ല. പ്രൈസ് ലോർഡ്. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നതും മുമ്പിലുള്ളത് ആഞ്ഞുകൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. പ്രൈസ് ലോർഡ്. I press toward the goal for the prize, praise Lord, of the upward call of God in Christ Jesus. Praise Lord. Hallelujah. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാല്, നമുക്ക് ചില നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ടെൻഷൻസും ബുദ്ധിമുട്ടുകളും അതൊന്നും ക്യാരി കൊണ്ട് നടക്കരുത്. അതൊന്നും നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കരുത്. അതെല്ലാം യേശുക്കൊണ്ട് തിരക്തൊഴിച്ച് നമ്മുടെ മനസ്സിൽ വരുന്ന ആ ബുദ്ധിമുട്ടുകളും നിരാശകളും ചിന്തകളും അതെല്ലാം യേശുവിന്റെ തിരക്തൊഴിച്ച് നമ്മൾ പവർ evil spirit power ബ്രേക്ക് ചെയ്യണം. In the name of Jesus, break all kind of evil spirit power which is coming and disturbing your heart, your mind. In Jesus' name, I apply the blood, the name of Jesus Christ. In Jesus' name, I delete all kind of evil thoughts from the mind right now. In the name of Jesus Christ. യേശുവിന്റെ നാമത്തിൽ കർത്താവ്, യേശുവിന്റെ നാമത്തിൽ നല്ലൊരു കർത്താവെ നല്ല നല്ല ചിന്തകൾ കൊടുക്കട്ടെ എന്നെ കേൾക്കുന്ന ആൾക്കാർക്ക് ക്രിസ്തു യേശുവിലുള്ള ചിന്തകൾ ഉണ്ടാകട്ടെ. ക്രിസ്തു യേശുവിൽ കർത്താവ് മുന്നോട്ട് പോകാനുള്ള വഴികൾ തുറന്നു വരട്ടെ. ക്രിസ്തു യേശുവിൽ കാര്യങ്ങൾ നേരോടെ നടക്കട്ടെ. ക്രിസ്തു യേശുവിൽ ടയർഡ്നെസ് മാറട്ടെ. ക്രിസ്തു യേശുവിൽ ബൈബിൾ വായിക്കുമ്പോഴുള്ള ആ ബുദ്ധിമുട്ട് ക്ഷീണവും മാറപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ പുതിയ വഴികൾ തുറന്നു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്ന അടഞ്ഞ വഴികൾ തുറന്നു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ കടഭാരത്തിന് ദുരാത്മാവിനെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, വിട്ടുമാറിപ്പാൻ കൽപ്പിക്കുന്നു. I cast out the devil right now in the name of Jesus Christ, which is making the problem of debts. In the name of Jesus Christ, I bind, I cast out right now, right in the name of Jesus Christ. I break the power of all kind of evil right now. Evil spirit right now, in Jesus' name. Only watching ആൾക്കാർ, please share this gospel message, okay? Please share this gospel message. Thomas Ryan, Praveen Kumar, God bless you. Oh, Saida Subhash, Binu Matthew, God bless you. Joshua Ambas, God bless you. Please share this gospel message, okay? God's people are living under the darkness and they need the deliverance, okay? Only Jesus Christ can get the deliverance to you. Praise Lord. അതാണ് നമ്മൾ യേശുക്രിസ്തുവിനെ മാത്രമേ നമുക്ക് വിടുവിക്കാൻ പറ്റത്തുള്ളൂ. സ്വർഗത്തിലും ഭൂമിയിലും, പ്രൈസ് ലോർഡ്, അധോലോകത്തിലും, പ്രൈസ് ലോർഡ്. ഓരോ നാമത്തിന് മാത്രമേ നമുക്ക് രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ആകാശത്തിന് കീഴിൽ ഓരോ നാമത്തിന് മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. അത് യേശുക്രിസ്തുവിന്റെ നാമത്തിനാണ്. പ്രൈസ് ലോർഡ്. സ്വർലോകത്തിലും ഭൂലോകത്തിലും അധോലോകത്തിലുള്ള എല്ലാവരുടെയും മുഴങ്കാൽ യേശുക്രിസ്തുവിന് മുമ്പിൽ നടങ്ങുമെന്ന് ഫിലിപ്പിയർ ലേഖനം 2:10 പറയുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തുവിന്റെ മുമ്പിൽ മടങ്ങാത്ത ഒരു കാര്യമില്ല. That is the truth. This is the truth. This is the truth from heaven. This is a heavenly truth. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോടും പറയാനുള്ളത്, പ്രൈസ് ലോർഡ്. അപ്പം കർത്താവ് പറയാണ്, ബുക്ക് ഓഫ് ഫിലിപ്പിയൻസ് ചാപ്റ്റർ 3 verses 20. ബുക്ക് ഓഫ് ഫിലിപ്പിയൻസ് ചാപ്റ്റർ 3 verses 20. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നമ്മൾ കാത്തിരിക്കുന്നു. But our citizenship is in heaven, for which we also eagerly wait for the Savior, the Lord Jesus Christ. Praise Lord. Hallelujah. അപ്പൊ എല്ലാവരും ദൈവം ആയിരിക്കട്ടെ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പം ഇന്നത്തെ വചനത്തെ ഓർത്ത് കർത്താവ് സ്തോത്രം ചെയ്തു. ഞാൻ ഫിസിക്കൽ മീറ്റിങ്ങിന് പോകണം. പ്രൈസ് ലോർഡ്. അപ്പൊ തന്നെ ഫിസിക്കൽ മീറ്റിങ്ങിന് പോവാണ്. അപ്പം ഇന്നത്തെ ഈ വചനത്തെ ഓർത്ത് കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ വചനത്തിൽ എല്ലാവരും ഞാൻ മുദ്രയിടുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തെ ഞാൻ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഷക്കല്ലത്തുരക്കൻ ഷത്തത്ത കല്ലത്തു ഇതകലി ഷന്തത്ത കല്ലത്തു ഷന്തത്ത കല്ലത്തു ഇരകൻ ഷന്തത്ത കല്ലത്തു ഇതകനി. ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. പിതാവ്, നന്ദിയോട് സ്തുതിക്കുന്നു. ഇന്നത്തെ വചനത്തെ ഓർത്ത് കർത്താവ് ഞാൻ സ്തുതിക്കുന്ന കർത്താവ്, പരിശുദ്ധാത്മാവിഷയത്തെ നിറയ്ക്കുന്നതിനോട് നന്ദി പറയുന്നു. പൗലോസ് പറയാനുള്ള എങ്കിലും എനിക്ക് ലാഭമായിരിക്കുന്നു ഒക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. ബട്ട് വാട്ട് തിങ്സ് വർ ഗെയിൻ ടു മീ, ദീസ് ഐ ഹാവ് കൗണ്ടഡ് ലോസ് ഫോർ ക്രൈസ്റ്റ്. ഹെവൻലി ഫാദർ, യേശുവിന്റെ നാമത്തിൽ അതിനെ കേൾക്കുന്ന ഓരോ വ്യക്തിയോട് കർത്താവിയും പ്രാർത്ഥിക്കുന്നു. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവിയാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ തിരക്ക് അപ്ലൈ ചെയ്യാൻ പ്രാർത്ഥിക്കുന്നു. ഈ കർത്താവ്
ചെവിക്ക് കേൾവി ബുദ്ധിമുട്ടുള്ള ആൾക്കാർ യേശുവിന്റെ നാമത്തിൽ ചെവി തുറന്നു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ചെവി തുറന്നു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ രോഗസൗഖ്യം വരട്ടെ. യേശുവിന്റെ നാമത്തിൽ സാമ്പത്തിക മേഖല, യേശുവിന്റെ തകർന്നിരിക്കുന്ന മേഖല യേശുവിന്റെ നാമത്തെ ഡിക്ലെയർ ചെയ്യുന്നു. In Jesus' name, Shatatatatakaladhi, Shandalakaradi, Shandatatatakara, Shatatatakalathi. എല്ലാം യേശുവിന്റെ നാമത്തിൽ നോർമലായിട്ട് വരാണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ കേൾക്കുന്ന ഓരോ വ്യത്യാസം സ്തോത്രം ചെയ്യുന്നു. നല്ലൊരു സൺഡേ ഞാൻ ആശംസിക്കുന്ന യേശുവിന്റെ നാമത്തിൽ. In Jesus' name, in Jesus' name. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും ഉണ്ടായിരിക്കും. The grace of our Lord Jesus Christ, the love of God, and sweet fellowship with the Holy Spirit be with you all. Surely the goodness and mercy will follow us all the days of our life, and I will dwell in the house of the Lord forevermore. Amen. God bless you. Praise the Lord. Hallelujah.